ഇതെന്താണെന്ന് കണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പള്ളത്തി. ഇത് വറുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയാറ്? ഈ കുഞ്ഞു മീൻ ഇത് വറുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ? അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വറുത്ത് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ കൊടുത്ത് വറുത്തെടുത്തോണ്ട് വരാം കേട്ടോ. എന്നിട്ടൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അടിപൊളിയല്ലേ? കിട്ടുമ്പോൾ ഇത് മിസ്സാക്കരുത്. ഇപ്പം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? വലിയ വെള്ളത്തിൽ കിട്ടത്തില്ല. വലിയ മഴ പെയ്യുമ്പം ഇഞ്ചന്തറയൊക്കെ പറ്റിക്കുമ്പോഴേ ഇത് സാധാരണ കിട്ടാറ്. എനിക്ക് പക്ഷേ കുറച്ച് കിട്ടി. അപ്പം ഇതൊന്ന് കാണിച്ചു തരാവേ. നമ്മുടെ മീനൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്, കുറച്ച് ഉപ്പ്, ഫിഷ് മസാലയിലൊരു ഉപ്പുണ്ട്. ഇത് ഒരു ഫിഷ് മസാലയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഫിഷ് മസാല ഇങ്ങനെ ഒന്ന് പുരട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുക. അതിനുശേഷം വറുത്തെടുക്കാം. അപ്പോൾ കാണിക്കാനായിട്ട് മാത്രം കുറച്ച് ഞാൻ എടുത്ത് ഇന്ന് വറക്കുന്നുള്ളേ. ബാക്കി വെട്ടി കഴുകി എടുത്ത് വെക്കും. നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ വേഗം പണി തീർക്കുവാണേ. 15 മിനിറ്റായി നമ്മൾ പുരട്ടി വെച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. മീൻ ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇടുമ്പോൾ ഇല്ലേ, ഈ നമ്മുടെ മസാല ഇല്ലേ, ഈ മസാല വെറുതെ കളയണ്ട. ഈ കറിവേപ്പിലയിലൊന്ന് തേച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിടാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കണ്ട മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. 5-6 ചെറിയുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു, കറിവേപ്പില കുറച്ചിട്ടു. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേ. നമ്മുടെ കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങ് തട്ടിയേക്കാം. നല്ല അടിപൊളി പള്ളത്തി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയുള്ളിയൊക്കെ വറുത്തിടുന്നത് വേണമെങ്കിലും മതി, പക്ഷേ അതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നും ഒരുപോലെ മീൻ വറുത്തത് കഴിക്കാതെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ? പിന്നെ ഞാൻ ഈ ഫിഷ് ഫ്രൈ മസാലയുടെ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നോക്കിയേ, ഈ കറിവേപ്പിലയും ഈ വെളുത്തുള്ളിയും ഇത് ചെറിയുള്ളിയുടെ ഈ ചെറിയുള്ളി എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം. നല്ല സ്ഥലേ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പം കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുവേ. കിട്ടുവാണെങ്കിൽ മേടിച്ചുണ്ടാക്കണം കേട്ടോ. ഇച്ചിരി നന്നാക്കി എടുക്കാൻ ഇച്ചിരി പണിയാണ്, എന്നാലും നല്ല ടേസ്റ്റല്ലേ. അപ്പം ഇത് ആ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയാൽ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.